إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഇബാദത്തുകളും അമലുകളും നഷ്ടപ്പെട്ട് മുഫ്ലിസായി തീരുക എന്നുള്ളത് ഏറ്റവും വലിയ പരാജയമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ യഅതി ബിസ്സലാത്തിൻ വസിയാമിൻ വസകാത്തിൻ ويأتي وقد قذف هذا وأكل مال هذا وسفك دم هذا. പരലോകത്ത് നമസ്കാരവും നോമ്പും സക്കാത്തും തുടങ്ങിയ അമലുകളുമായി വരും. പക്ഷെ ആ അമലുകളൊന്നും അയാൾക്ക് ഉപകരിക്കുകയില്ല, നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് പ്രവർത്തനങ്ങളിൽ, തിന്മകളിൽ അയാൾ ഏർപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഹദീസിന്റെ ഗൗരവത്തെക്കുറിച്ച് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കി. ഒരു മനുഷ്യന്റെ ലിസാൻ, നാവ്, ആ നാവിനെ ഞാൻ നിയന്ത്രിച്ചില്ല എങ്കിൽ എന്റെ കാര്യം അപകടത്തിലാണ്. ഒരു മനുഷ്യന്റെ തഖ്വയുടെ അടിസ്ഥാനമായി മാറേണ്ടത് അവന്റെ നാവാണ്. 5 ആഫത്തുകൾ, 5 അപകടങ്ങൾ ഒരു മനുഷ്യന്റെ ലിസാന് വഴി അവനെ പിടികൂടുന്നതാണ്. അതിൽ ഒന്നാമത്തെ ആഫത്താണ് അൽ ഗീബത്തു, പരദൂഷണം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങളിൽ ഒരാൾ പരസ്പരം അന്യോന്യം ഒരാളെക്കുറിച്ച് കുറവുകൾ പറയരുത്. ന്യൂനതയില്ലാത്തൊരു മനുഷ്യനുമില്ല എന്നുള്ളതാണ് സത്യം. അൽ കമാലു ലില്ലാഹി വഹ്ദഹു, പരിപൂർണത അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അപ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്നതായ ന്യൂനതകളെ എടുത്തു പറഞ്ഞുകൊണ്ട് പരസ്പരം അത് പങ്കുവെക്കുകയാണെങ്കിൽ ആ പങ്കുവെക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അമലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മാത്രമല്ല അതികഠിനമായ ശിക്ഷയ്ക്ക് അയാൾ അർഹനാകും.
അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ അന്യോന്യം പരസ്പരം ഗീബത്ത് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അയ്യുഹിബ്ബു അഹദുകും അയ്യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹ്, നിങ്ങളുടെ സഹോദരന്റെ മരിച്ചു കിടക്കുന്ന ശവം ഭക്ഷിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, അതുപോലെയാണ് ഗീബത്ത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഗീബത്ത് എന്ന് പറയുന്നത് ദിക്റുക അഖാക ബിമാ യക്റഹ്, തന്റെ സഹോദരന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവന്റെ അഭാവത്തിൽ പറയലാണ്. എന്നാൽ ആ പറയുന്ന കാര്യം അവനിൽ ഇല്ലയെങ്കിലോ വഇൻ ലം യകൂനു ഫീഹി മാ തഖൂലു ഫഖദ് ബഹദ്തഹു, അത് അവനെതിരിൽ കളവ് കെട്ടിച്ചമച്ചുകൊണ്ട് പറയലാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. എളുപ്പത്തിൽ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു പോകും. പക്ഷെ ഒരു സഹോദരനെ കുറിച്ച്, മറ്റൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ അറിയാതെ ആ വ്യക്തിയുടെ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെടാത്ത അനിഷ്ടകരമായ കാര്യമാണ് പങ്കുവെക്കുന്നത് എങ്കിൽ അത് ഗീബത്താണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമീമ, പരസ്പരം അന്യോന്യം പ്രശ്നമുണ്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കലാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരുടെ ഖബറിനരികിലൂടെ കടന്നു പോകുന്ന വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ, അവർ രണ്ടുപേരും ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദബാനി ഫീ കബീർ, ഒരു വലിയ കാര്യത്തിൽ നിങ്ങളുടെ പക്കൽ പരസ്പരം അന്യോന്യം നിങ്ങളൊരു വലിയ കാര്യമാണ് എന്ന് കരുതുന്ന വിഷയത്തിലല്ല, മറിച്ച് അവർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അമ്മാ അഹദുഹുമാ ഫകാന യംശി ബിന്നമീമ, അവരിൽ ഒരാൾ നമീമത്ത് പറയുമായിരുന്നു. പരസ്പരം അന്യോന്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം അന്യോന്യം പങ്കുവെക്കുന്ന ചില കാര്യങ്ങൾ അത് ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നതാണെങ്കിൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ കഠിനമായ ശിക്ഷ ലഭിക്കും. ആലോചിച്ചു നോക്ക്, അവിടെയാണ് അന്നമീമ, അത് ഖബറിൽ ശിക്ഷ ലഭിക്കുന്ന കാര്യമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമീമ, നമ്മളുടെ നാവ് കൊണ്ട് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് മറ്റൊരാളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. കാരണം അള്ളാഹുവിന്റെ പക്കൽ അതികഠിനമായ ശിക്ഷയ്ക്ക് അത് കാരണമായി തീരുമോ എന്നുള്ള ഭയം നമ്മളിൽ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മൽ ആഖറു ഫകാന ലാ യതനസ്സഹു മിനൽ ബൗൽ, എന്നാൽ രണ്ടാമത്തെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മൂത്രിച്ചു കഴിഞ്ഞാൽ അത്ര തന്നെ വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല, അതാണ് കാരണമെന്നാണ്. മാത്രമല്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫദൂലൽ കലാം, ഒരു മനുഷ്യൻ സംസാരിക്കുന്ന കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആവശ്യമുള്ളത് സംസാരിക്കുക, അതിനപ്പുറത്തേക്കുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഒരാൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, മൗനം പാലിക്കട്ടെ എന്ന്. ഫദൂലൽ കലാം, ആവശ്യത്തിനപ്പുറത്തുള്ള സംസാരങ്ങൾ, അത് പലപ്പോഴും നമ്മളുടെ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള നന്മകൾ നഷ്ടപ്പെടുത്തുന്നതും അവിടെ തിന്മകൾ ലഭിക്കാൻ കാരണമായി തീരുന്നതുമാണ് എങ്കിൽ അത് അത്യധികം ഗൗരവപരമായ കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നേരായ വാക്കുകൾ മാത്രം സംസാരിക്കുക. അതുപോലെ തന്നെ വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം, അല്ലേ, ഒരു പരസ്പരം വിഭാഗീയതയുണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നതായ സംസാരങ്ങളെ ഉപേക്ഷിക്കുകയും അത്തരം സംസാരങ്ങളുടെ ഉറവിടങ്ങളെ നിങ്ങൾ വെടിയുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ ശപിക്കൽ. അവനൊരു നശിച്ചവനാണ്, അവൻ വേണ്ടാത്തവനാണ്, നശിച്ചവനാണ് എന്ന് ശാപം പറയുക, മറ്റുള്ളവരെ ശപിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ മുഅ്മിനു ബില്ലആൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ലആനല്ല, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ലആനല്ല. ലആനായ ആളുകൾക്ക് അന്ത്യദിനത്തിൽ
ഷഫാഅത്തോ അതുപോലെ തന്നെ അവർക്ക് സാക്ഷി നിൽക്കാനോ സാധിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനായ മനുഷ്യൻ ലആനായി വരികയില്ല. അഞ്ചാമത്തെ കാര്യം, സംസാരിക്കുമ്പോ സത്യസന്ധമായി എവിടെയും ഒരു കാര്യം സംസാരിക്കണം. ഒരാളോട് ഒരു കാര്യം സംസാരിക്കുകയും മറ്റൊരാളോട് മറ്റൊരു മുഖം കാണിക്കുകയും, അല്ലെങ്കിൽ ഒരാളോട് ഒരു മുഖം കാണിച്ച് സംസാരിക്കുകയും മറ്റൊരു മുഖം തന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു മുഅ്മിനിന് ചേർന്നതല്ല. ദുൽ വജ്ഹൈൻ, രണ്ട് മുഖത്തിന്റെ ഉടമയായി വരുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയ, ദുനിയാവിൽ രണ്ട് മുഖത്തിന്റെ ഉടമയാകുന്ന മനുഷ്യൻ, ലഹു ലിസാനാനി മിനൻ നാരി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ നരകത്തിന്റെ രണ്ട് നാളങ്ങൾ അവന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ നാവിൽ നിന്ന് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നന്മ രേഖപ്പെടുത്തുന്ന, തിന്മയിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുന്ന, നരകാഗ്നിയിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്ന, സ്വർഗത്തിലേക്ക് ആ സ്വർഗത്തിലേക്ക് എന്റെ സാമീപ്യം കൂടുതൽ അടുപ്പിക്കുന്ന ഒരു കാര്യമാണോ ഞാൻ സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് സംസാരിക്കണം. പ്രത്യേകിച്ച് എന്റെ സംസാരം കൊണ്ട്, എന്റെ വാക്കുകൾ കൊണ്ട് ഒരാൾക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്നതാണെങ്കിൽ സംസാരിക്കരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലും വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിലും ഒരു മനുഷ്യന് വിശ്വാസമുണ്ട് എങ്കിൽ ഫല്യഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. മൗനം നല്ലതാണ്. മിണ്ടാതിരിക്കുക എന്നുള്ളത്, മൗനം അവലംബിക്കുക എന്നുള്ളത് നല്ലതാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിന്മകളിൽ നിന്ന് ആ കാര്യങ്ങൾ ആ മനുഷ്യനെ നന്മയിലേക്ക് നടത്തുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഭയപ്പെടേണ്ടത് അവന്റെ നാവിനെയാണ്. കാരണം നരകാഗ്നിയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ നടന്നെത്തുവാൻ കാരണമായി തീരുന്നത് അൽ-ലിസാൻ വൽ ഫർജ്, അവന്റെ നാവും ഗുഹ്യാവയവുമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നമസ്കാരങ്ങൾ പാഴാകാൻ, നമ്മളുടെ നോമ്പ് പാഴാകാൻ, സക്കാത്ത് പാഴാകാൻ, ദാനധർമ്മങ്ങൾ പാഴാകാൻ കൂടിയിരുന്ന് നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങളും, നല്ല കാര്യങ്ങൾ സംസാരിക്കുക, അല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ദുനിയാവിലും ഒരു ഖൈറുണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. എപ്പോഴും ഗീബത്തിലോ നമീമത്തിലോ നമ്മൾ അകപ്പെട്ടു പോയാൽ ദുനിയാവിലുള്ള സമാധാനം നഷ്ടപ്പെടും, ആഖിറത്തിലോ അവന്റെ ആഖിറവും നഷ്ടപ്പെടും. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന മനുഷ്യന് ഇത്മിനാൻ, മനസ്സമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അള്ളാഹു നൽകുന്ന ത്വമഅനീനത്തും ആഖിറത്തിൽ മരിച്ചു ചെല്ലുമ്പോൾ അവൻ അനുഷ്ഠിച്ച കർമ്മങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രതിഫലമായി സ്വീകരിക്കാനും സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ വാക്കുകളിൽ എപ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഓരോരുത്തരും സംസാരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد، أيها الإخوة، أوصيكم بتقوى الله. الله സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ പടച്ച റബ്ബിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ, ഇന്ന് മരിച്ചാൽ നാളെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബർസഖിയായ ജീവിതത്തിലേക്കും തുടർന്ന് മരണാനന്തര ജീവിതത്തിന്റെ കവാടത്തിലേക്കും അവൻ പ്രവേശിച്ചു കഴിഞ്ഞു. അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അമലുകൾ തിരുത്താൻ അവന് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്റെ പ്രവൃത്തിയും വാക്കുകളും അങ്ങേയറ്റം സൂക്ഷിക്കുക. ലാ യസാലു ഖൽബുക റതിബൻ ബിദിക്രില്ലാഹ്, ഒരു മനുഷ്യൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവന്റെ നാവുകൾ ദിക്റുകൾ കൊണ്ട് അല്ലാഹുവിനെ ധാരാളം സ്മരിക്കുന്നതാകും. വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ,
അതേപോലെ തന്നെ ഒഴിവ് സമയങ്ങളിൽ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. ദുനിയാവിലെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും, ആഖിറത്തിലും ധാരാളം പ്രതിഫലം ലഭിക്കും. അതേസമയം ഫിത്നയുണ്ടാകുന്ന അല്ലെങ്കിൽ ഗൈബത്തിന്റെയോ നമീമത്തിന്റെയോ സദസ്സ് കണ്ടാൽ അവൻ അവിടെ നിന്ന് ഇഅ്തിസാൽ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാറി നിൽക്കണം, അതിൽ നിന്ന് അല്പം വിട്ടു നിൽക്കുകയും അവന്റെ പരലോകത്ത് അവൻ കാത്തുകൊള്ളുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ തമാശകളുടെ പേരിൽ, പരസ്പരം അന്യോന്യം പങ്കുവെക്കുന്ന തമാശകളുടെ പേരിലൊക്കെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പിന്നെ ആളുകൾ പലതും പറഞ്ഞു പോകും. വളരെയധികം സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്നൊക്കെ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.